ഈ സമയം വിനിയോഗിക്കുന്നുള്ളൂ ബാങ്ക് കൊടുക്കാനായി. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മുടെ 9-ാം തീയതി നടക്കുന്ന ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ അനുഗ്രഹവും ആശീർവാദവും പിന്തുണയും ഉണ്ടാവണമെന്ന് വളരെ വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഈ തവനൂർ നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നമ്മുടെ മുന്നണി നേതൃത്വം എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. KSU പ്രവർത്തകനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഞാൻ പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ഈ മണ്ണുമായി ഈ പ്രദേശവുമായി അടുത്ത ബന്ധമുണ്ട്. പ്രിയങ്കരനായ ശ്രീ VV പ്രകാശ് 2011 മത്സരിക്കുമ്പോൾ ഈ മണ്ഡലത്തിലെല്ലാം ഇതുപോലെ കുടുംബ സംഗമങ്ങൾക്ക് പ്രസംഗിക്കാൻ അന്ന് മുതൽ ഞാൻ കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ്. മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുമ്പോൾ എൻ്റെ കർമ്മമണ്ഡലം കൂടിയാണ് തവനൂർ. ഇന്ന് പലരും ഇവിടെ മറുപക്ഷക്കാരൊക്കെ പ്രചരിപ്പിക്കുന്നത് ഞാനേതോ മറുനാട്ടുകാരനാണ് എന്നാണ്. ഞാൻ മറുനാട്ടുകാരനല്ല, ഞാൻ നല്ല ഒന്നാന്തരം മലപ്പുറംകാരനാണ്. ഈ മണ്ണിൽ ജനിച്ച, ഈ മണ്ണിന്റെ മണവും ഗുണവും ഒക്കെയുള്ള ഈ മണ്ണിന്റെ മകനായിട്ടുള്ള ഒരു എളിയ പൊതുപ്രവർത്തകനാണ്. ഒരിക്കലും തീർത്താൽ തീരാത്ത കടപ്പാട് ഈ പ്രദേശത്തുമായി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. 2013 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ KSUവിന്റെ ഒരു യോഗം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്. ഞാനും എൻ്റെ സുഹൃത്ത് രോഹിത്, നമ്മുടെ KPCC മെമ്പർ, എടപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹത്തെ വീട്ടിലാക്കി ഞാൻ നിലമ്പൂരിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ തവനൂരിലെ തങ്ങൾപടി കുറ്റിപ്പുറ MES കോളേജിന്റെ മുമ്പിൽ ആ ഹൈവേയിൽ വളവിൽ വെച്ച് ഞാൻ സഞ്ചരിച്ചിരുന്ന കാറിൽ ഒരു ലോറി വന്ന് ഇടിച്ച് മുൻസീറ്റിലിരുന്ന ഞാൻ തെറിച്ച് റോഡിൽ വീണ് ചോര വാർന്ന് റോഡിൽ കിടന്നു. ബോധം നഷ്ടപ്പെട്ടു. ദേഹമാസകലം പരിക്കാണ്, കയ്യും കാലും ഒക്കെ കമ്പിയാണ്. അങ്ങനെ അർത്ഥപ്രാണനായി അബോധാവസ്ഥയിൽ ആ റോഡിൽ കിടന്നപ്പോൾ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. എന്നെ പാതിരാത്രി പുലർച്ചെ ആ അപകടത്തിന്റെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ്, നല്ലവരായ തവനൂർക്കാരാണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ഇതെന്റെ 2ാം ജന്മമാണ്. ഈ 2ാം ജന്മം തവനൂരിലെ ജനങ്ങൾ നൽകിയ ദാനമാണ്. തീർച്ചയായും ആ മണ്ണിൽ, ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇന്ന് കാലത്തിന്റെ ഒരു നിയോഗം പോലെ നമ്മുടെ മുന്നണി നേതൃത്വം ഈ മണ്ണിലേക്ക് അയക്കുമ്പോൾ അതെന്നെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഈ 2ാം ജന്മത്തിന്റെ കടപ്പാട് തവനൂരിനോട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സാധാരണ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വലിയ ആദരവോടുകൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വം ഞാൻ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ ഇടയിൽ ഒരു സാധാരണക്കാരനായി, സാധാരണ പൊതുപ്രവർത്തകനായി വളർന്നു വന്ന ഒരാളാണ്. നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറ്റൊരാളുടെ പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാതെ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ വികാരങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധാരണ പൊതുപ്രവർത്തകനാണ്. നിങ്ങളുടെ ഒരു മകനായി, ഒരു സഹോദരനായി, ഒരു കുടുംബത്തിലെ കൂടപ്പിറപ്പായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുകയാണ്. VS ജോയി എന്ന വ്യക്തിക്ക് വേണ്ടി വോട്ട് ചോദിച്ചതിന്റെ പേരിൽ, വോട്ട് ചെയ്തതിന്റെ പേരിൽ ജീവിതത്തിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടുന്ന ഒരു സാഹചര്യം, ആരുടെ മുമ്പിലും തലകുനിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രശ്നങ്ങൾ. ഇവിടെ പറഞ്ഞു, കുടിക്കുവാൻ വെള്ളമില്ലാതെ അമ്മമാർ വലിയ പ്രയാസത്തിലാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വെള്ളം കിട്ടാതെ കുടത്തിന് വേണ്ടി ക്യൂവിൽ നിന്നിട്ട് കുടം തല്ലിപ്പൊട്ടിച്ച് തകർത്ത് കരഞ്ഞ് നിലവിളിച്ച് വീട്ടിലേക്ക് മടങ്ങി പോകുന്ന കാഴ്ച. കുടിക്കുവാൻ വെള്ളമില്ലാതെയാണ്. ഭാരതപ്പുഴയിൽ നിറയെ വെള്ളമാണ്. നമുക്ക് റെഗുലേറ്റർ കംപ്ലീറ്റ് ഉണ്ട്. കോടികൾ മുടക്കിയ പദ്ധതി ചോർന്നൊലിക്കുകയാണ്. ആളുകൾക്ക് കുടിക്കുവാൻ ഇന്ന് വെള്ളം കിട്ടുന്നില്ല. ലോകം ഇത്രയേറെ വളർന്നിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കുടിക്കുവാൻ വെള്ളമില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭയാനകമായ ഭീകരമായ അവസ്ഥയാണ്, അന്തരീക്ഷമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. ഇവിടെ കൂട്ടായിലെ മംഗലവുമായി ബന്ധിപ്പിക്കുന്ന റെഗുലേറ്റർ കംപ്ലീറ്റ് തകർന്നിട്ട് വർഷങ്ങളായിരിക്കുന്നു. അത് പുനർനിർമ്മിക്കാൻ ഒരു പദ്ധതിയില്ല, പരിപാടിയില്ല. മത്സ്യത്തൊഴിലാളികൾ നിരാശയില്ല. എല്ലാ മേഖലയിലും കേരളത്തിൽ 140 നിയോജകമണ്ഡലത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഏക മണ്ഡലം നമ്മുടെ തവനൂർ മണ്ഡലമാണ്. പോലീസ് സ്റ്റേഷൻ ഇല്ല, ഫയർ സ്റ്റേഷൻ ഇല്ല, മിനി സിവിൽ സ്റ്റേഷൻ ഇല്ല. എടപ്പാളിലാണ് ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ല. ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത നിയോജകമണ്ഡലം. അങ്ങനെ ഒരുപാട് പരാധീനതകളും പോരായ്മകളും ഒക്കെയാണ്. അതിന് പരിഹാരം കണ്ടെത്തണമെങ്കിൽ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവണം. കഴിഞ്ഞ 2.5 വർഷമായി ഈ മണ്ഡലത്തിൽ ഒരു ജനപ്രതിനിധി തന്നെ ഇല്ലായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ നാടിന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന ഒരു ജനപ്രതിനിധിയുടെ അഭാവം ഇവിടെ ഉണ്ടായിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാവണം.
കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരിതമുണ്ട്. ആ ദുരിതത്തിന് അറുതി വരുത്തണം. ഒരിക്കൽ കൂടി നമുക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പല്ല, ജീവൻ മരണ പോരാട്ടമാണ്. ഈ രാജ്യത്തിന്റെ സ്ഥിതി നിങ്ങളും നോക്കും. മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഭാഷയുടെ പേരിലും നമ്മളെ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമം ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിപണിയിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിന് നമ്മൾ പിന്തുണ പ്രഖ്യാപിക്കേണ്ടത്, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് മാറണം. രാജ്യം ഇന്ന് ഭയാനകമായ പ്രതിസന്ധിയിലാണ്. നമ്മളൊരു അമ്മ പെറ്റ മക്കളെ പോലെ ജീവിച്ചിരുന്ന ഈ മണ്ണിൽ മതത്തിന്റെ പേരിൽ നമുക്കിടയിലുള്ള പാരസ്പര്യത്തിന്റെ പാലങ്ങൾ തകർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ലോകത്തെ ഓരോ രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. പലസ്തീനിലെ ഗസാപുരമിൽ ബോംബിടുകയാണ്. വെനീസ്വലയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ അമേരിക്ക ഓരോ തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ഇന്നലകളിൽ നമ്മുടെ രാജ്യം അതിനെ ചോദ്യം ചെയ്തിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ രാജ്യം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അമേരിക്ക ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അതിന് ആർജവത്തോടെ ഇന്ത്യ രാജ്യം ചോദ്യം ചെയ്തിരുന്നു. ലോകത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തിന്റെ ശബ്ദം വേറിട്ട് നിന്നു, വ്യത്യസ്തമായിരുന്നു. ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിജിയും ഇന്ദിരാഗാന്ധിയും മൻമോഹൻ സിംഗും ഈ അഹമ്മദ് സാഹിബും വരെയുള്ള ഇന്ത്യയുടെ നേതാക്കന്മാരുടെ ശബ്ദം ലോക നേതാക്കന്മാർ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ശബ്ദം എന്താണ്? അമേരിക്കയുടെ അടിമക്കൂട്ടമായി ഈ രാജ്യം മാറിയിരിക്കുകയാണ്. അമേരിക്ക ഇന്ത്യയുടെ വ്യാപാര കരാർ തീരുമാനിക്കുകയാണ്, ഇന്ത്യയുടെ വാണിജ്യ കരാർ തീരുമാനിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ നമ്മുടെ പ്രവാസി സഹോദരന്മാർ വലിയ പ്രതിസന്ധിയിലാണ്. അവർ വോട്ട് ചെയ്യാൻ പോലും നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലാണ്. ഇതിന് കാരണക്കാരായ അമേരിക്കക്ക് കുച്ചുവില ഇടാൻ ഈ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ സമ്മർദ്ദം ചെലുത്തേണ്ടുന്നതിന് പകരം ഇന്ത്യ രാജ്യം അമേരിക്കയുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുകയാണ്. അതിനെതിരായി കൊണ്ടുള്ള വിധിയെഴുത്ത് ഇവിടെ ഉണ്ടാവണം. ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്നതിനെതിരെ വിധിയെഴുത്തുണ്ടാവണം. 10 വർഷം ഈ നാടിനെ മുച്ചൂടും മുടിച്ച് ഈ നാടിനെ തച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഗവൺമെന്റുകൾക്കെതിരെയുള്ള വിധിയെഴുത്തുണ്ടാവണം. 15 വർഷക്കാലം ഈ നാടിനെ വികസന രംഗത്ത് ഒച്ചിനെ പോലെ ഇഴയുന്ന ഒരു നാടാക്കി മാറ്റിയ നമ്മുടെ തൊട്ടടുത്തുള്ള തിരൂർ, നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടക്കൽ, മറ്റു മണ്ഡലങ്ങളൊക്കെ ജെറ്റിനെ പോലെ വികസന രംഗത്ത് കുതിച്ചുകൊണ്ടിരിക്കുക. ഈ മണ്ഡലം മുച്ചുപോലെ ഇഴഞ്ഞുകൊണ്ടിരിക്കുക. കുഴിയാനയെ പോലെ പിറകോട്ട് വികസന രംഗത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ നാടിന്റെ പുരോഗതിയുടെ ഘടികാര സൂചിയെ പിറകോട്ട് നയിക്കുന്ന ഒരു ജനപ്രതിനിധിയല്ല, മുന്നോട്ട് നയിക്കുന്ന ഒരു ജനകീയ മുന്നണി ഇവിടെ അധികാരത്തിൽ വരണം. അതിനുവേണ്ടിയാണ് ഒരു പുതുയുഗ പിറവി കേരളത്തിൽ ഉണ്ടാവണം. ഐക്യ ജനാധിപത്യ മുന്നണി ഒരു ഗവൺമെന്റ് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ്, നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഈ കുടുംബയോഗത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ ആളുകളും ഒരു നിമിഷം പോലും പാഴാക്കേണ്ടത് ഇന്ന് നമ്മൾ ആരംഭിക്കണം. ഉമ്മമാർ അടുക്കളയിൽ നിന്ന് ആരംഭിക്കണം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും പ്രസക്തിയും പ്രാധാന്യവും ഒക്കെ കാതോട് കാതോരം ഓരോരുത്തരോടും പറഞ്ഞ് ബോധ്യപ്പെടുത്തി പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഒരു വോട്ട് നഷ്ടപ്പെട്ടു പോകരുത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് നഷ്ടപ്പെട്ടത് കുറഞ്ഞ വോട്ടുകൾക്കാണ്. കപ്പിനും ലിപ്പിനും ഇടയിലാണ് തവനൂർ നിയോജകമണ്ഡലം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് അമിത ആത്മവിശ്വാസത്തിന് പുറത്ത് നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പിച്ച് ഒടുവിൽ കുറഞ്ഞ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ടു പോയി നമുക്കൊടുവിൽ കരയേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വളരെ ഉറച്ച തീരുമാനമെടുത്ത് ഇന്ന് തന്നെ നമ്മുടെ മക്കൾ, പഠിക്കാൻ പുറത്തുള്ളവർ, വിദേശത്ത് പുറത്ത് ജോലി ചെയ്യുന്നവർ എല്ലാവരെയും വിളിക്കണം. 9-ാം തീയതി 8-ാം തീയതി വൈകിട്ട് തന്നെ ഇവിടെ എത്തി 9-ാം തീയതി 8 മണിക്ക് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം എല്ലാവരും നിർവഹിക്കണം. എല്ലാവരും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. UDF-ന്റെ കാരണവന്മാരുണ്ട്, നമ്മുടെ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒരു കൈയായി മെയ്യായി പരമാവധി വോട്ടുകൾ സമാഹരിച്ച് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണം. നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട കനപ്പെട്ട വോട്ടുകൾ എനിക്ക് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർജിച്ചെടുത്ത മുഴുവൻ മനുഷ്യബന്ധങ്ങളും മുഴുവൻ സൗഹൃദങ്ങളും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി വിനിയോഗിക്കണമെന്ന് പ്രതിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബ